അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് കണ്ണാടിക്കൽ എന്ന് പറയുന്ന പ്രദേശം. അർജുനെ അന്ത്യയാത്രയാക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ആ സഹോദരന്റെ വീട്ടിൽ തടിച്ചുകൂടിയത്. അവസാനം നിത്യതയിലേക്ക് അർജുൻ മടങ്ങിയിരിക്കുന്നു. കേരളം ഒന്നാകെ അർജുൻ അവസാനമായി യാത്രാമൊഴി നൽകിയിരിക്കുന്നു. അവസാനമായി ആ പ്രിയപ്പെട്ട സഹോദരനെ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അവിടെ കൂടിയിരുന്ന ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ആകെ പറയാനുള്ളത് അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമായിരുന്നു. നെഞ്ചു പിടയുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹത്തെയും ആദരവിനെയും സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു അർജുൻ വിടവാങ്ങിയത്. ഗംഗാവലി പുഴ ആഴങ്ങളിൽ ഒളിപ്പിച്ച അർജുൻ്റെ മൃതദേഹം ഒടുവിൽ 75-ാം ദിവസം ചിതയിലേക്ക് പോകുന്നു. എല്ലാ നോവും നെഞ്ചിലൊതുക്കി അർജുന് വിട നൽകിയിരിക്കുകയാണ് കണ്ണാടിക്കൽ എന്ന പ്രദേശം. സ്വന്തം വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു ആ സഹോദരനെ ചിതയൊരുക്കിയത്. കണ്ണാടിക്കലിൽ തടിച്ചുകൂടിയ ഓരോ മനുഷ്യരും അർജുന് വികാരനിർഭരമായ യാത്രാമൊഴിയാണ് നൽകിയത്. ആ നാട്ടിലെ ഓരോ മനുഷ്യർക്കും ആ സഹോദരനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അർജുനെ കണ്ടെത്താൻ രാവും പകലൊന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട മനാഫും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പി അടക്കമുള്ള നിരവധി ആളുകൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒരു നോക്ക് കാണാനെത്തി. അർജുൻ തൻ്റെ കണ്ണാടിക്കലിലെ വീടിന് മുന്നിലേക്ക് ഒരിക്കൽ കൂടിയെത്തി. തൻ്റെ മകന് കളിപ്പാട്ടങ്ങളുമായി തിരികെ വരാമെന്ന് പറഞ്ഞുപോയ ആ സഹോദരൻ തിരിച്ചു വീട്ടിലേക്ക് വന്നതാകട്ടെ മൃതശരീരമായിട്ടായിരുന്നു. 30-ാം വയസ്സിൽ പ്രാരാബ്ധമെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ വിട പറഞ്ഞിരിക്കുന്നു. ജനമനസ്സുകളിൽ ഓർമ്മയുടെ ആഴങ്ങളിലേക്ക് വിലയം പ്രാപിക്കുകയാണ്. കേരളത്തിൻ്റെ ആ പ്രിയപ്പെട്ട മകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിനെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ